കാതികയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന കഥ പപ്പു ആശാൻ്റെ ബുദ്ധി. ഈ കഥ കുറച്ച് വലുതായതുകൊണ്ട് കാതിക ഇത് 2 ഭാഗമായിട്ടാണ് പറയുന്നത്, 2 പാർട്ടായിട്ടാണ് പറയുന്നത്. ഇത് ആദ്യ ഭാഗം. നാളെ ഇതിൻ്റെ 2ാം ഭാഗം കേൾക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. പപ്പു ആശാൻ്റെ ബുദ്ധി. പണ്ട് ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു. മുത്തശ്ശൻ്റെ പേരാണ് പപ്പു ആശാൻ. പപ്പു ആശാന് വളരെയേറെ വയസ്സായതുകൊണ്ട് കണ്ണുകൾ കാഴ്ച കുറവായിരുന്നു. ശരിക്ക് കാണാനും വയ്യായിരുന്നു. ചെവിയും കേൾക്കാൻ വയ്യായിരുന്നു. നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും നടക്കാനും കഴിയില്ലായിരുന്നു. കാര്യങ്ങളൊന്നും ഓർമ്മയിലും നിൽക്കുന്നില്ല. ആശാന് സഹായത്തിന് ആരുമില്ലായിരുന്നു. കുട്ടികളോ വീട്ടുകാരോ ആരുമില്ലായിരുന്നു. വടിയും കുത്തിപ്പിടിച്ച് മുത്തശ്ശനും മുത്തശ്ശി എല്ലായിടത്തും നടന്ന് പോവുമായിരുന്നു. സഹായത്തിന് ആരെങ്കിലും വേണമല്ലോ എന്ന് കരുതി പപ്പു ആശാൻ ഒരു കഴുതയെ വാങ്ങി. എന്നും വൈകുന്നേരം പപ്പു ആശാൻ കഴുതയെ വീട്ടിൻ്റെ മുറ്റത്ത് കെട്ടിയിടുമായിരുന്നു. ഒരു ദിവസം ആശാൻ കഴുതയെ കെട്ടിയിടാൻ മറന്നുപോയി. കഴുതയോ തക്കം നോക്കി എങ്ങോട്ടോ ഓടിപ്പോയി. ആ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള ഒരു കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു. ഗ്രാമത്തിലേക്കുള്ള വഴികളിൽ ഒളിച്ചിരുന്ന് മനുഷ്യ ആരെങ്കിലും വരുമ്പോൾ സിംഹം പേടിപ്പിക്കുമായിരുന്നു. ഇതൊക്കെ ഓർത്ത് നാട്ടുകാർ കാട്ടിലേക്ക് പോകാറേയില്ല. എല്ലാവരും പേടിച്ച് മാറി നിൽക്കുമായിരുന്നു. സിംഹം ഒരു പ്രത്യേക കഴിവുള്ള സിംഹമായിരുന്നു. സിംഹത്തിന് ആൾക്കാർ പറയുന്നത് കേട്ടാൽ മനസ്സിലാകുമായിരുന്നു. കുറച്ചൊക്കെ മനുഷ്യരുടെ ഭാഷ മനസ്സിലാകുന്ന ഒരു സിംഹമായിരുന്നു. ഗ്രാമത്തിൻ്റെ അടുത്ത് ഒരു കിണറുണ്ടായിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ സ്ത്രീകൾ വരും. അവിടെ നിന്ന് സ്ത്രീകൾ ആ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറയും. സിംഹം ഒരു ദിവസം ആ വഴി വന്നപ്പോൾ കിണറിനടുത്ത് ഒളിച്ചിരുന്നു. സന്ധ്യ ആയതുകൊണ്ട് കിണറ്റിനരികിലുള്ള സ്ത്രീകൾ സിംഹത്തെ ശ്രദ്ധിച്ചുമില്ല. സിംഹം സ്ത്രീകൾ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് മറ്റൊരു സ്ത്രീയോട് പറഞ്ഞു, ഞാൻ പോവുക, നീ വരുന്നുണ്ടോ? നമുക്ക് കുറച്ചു നേരം കൂടി വർത്തമാനം പറഞ്ഞിട്ട് പോകാമെന്നേ, നിൽക്ക്, മറ്റേ സ്ത്രീ പറഞ്ഞു. അയ്യോ വേണ്ട, നീ കേട്ടില്ലേ 7 പെരുങ്കള്ളന്മാരുടെ കാര്യം? ആദ്യത്തെ സ്ത്രീ പേടിയോടെ പറഞ്ഞു. അയ്യോ, ഞാനത് മറന്നുപോയി. ഇവിടെ നിൽക്കുന്നത് സൂക്ഷിക്കണം. സന്ധ്യയാകുമ്പോൾ തന്നെ വീട്ടിൽ പോകണം. രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞ് 2 പേരും പെട്ടെന്ന് വീട്ടിലേക്ക് സ്ഥലം വിട്ടു. സിംഹത്തിന് ആൾക്കാർ പറയുന്ന ഭാഷ ഒരുമാതിരിയൊക്കെ മനസ്സിലാകുമായിരുന്നു. എങ്കിലും പെരുങ്കള്ളന്മാരെന്ന വാക്ക് സിംഹത്തിന് മനസ്സിലായില്ല. എന്താണ് ഈ പെരുങ്കള്ളന്മാർ? എന്തിനാണ് ആൾക്കാരൊക്കെ പെരുങ്കള്ളനെ പേടിക്കുന്നത്? എല്ലാവരും എന്നെ പേടിച്ചാൽ പോരെ എന്ന് സിംഹം വിചാരിച്ചു. ആ സമയത്ത് നമ്മുടെ ആശാൻ തപ്പിത്തടഞ്ഞ് ആ വഴി വന്നു. ആശാന് കണ്ണ് കാണില്ലല്ലോ, പോരാഞ്ഞിട്ട് സന്ധ്യയുമായിരുന്നു. സിംഹം വിചാരിച്ചു, ഈ വയസ്സനാണോ പെരുങ്കള്ളൻ? സിംഹം ആശാന്റെ മുമ്പിൽ ചെന്ന് ഉറക്കെ അലറി വിളിച്ചു. ആശാന് ശരിക്കും ചെവിയും കേൾക്കാൻ വയ്യ. സിംഹം വളരെ ഒച്ചത്തിൽ അലറാൻ തുടങ്ങി. സിംഹം വിചാരിച്ചു, എൻ്റെ അലർച്ച കേട്ടിട്ട് ഇയാൾക്ക് പേടിയൊന്നുമില്ലല്ലോ, ഇയാളൊരു ഭയങ്കരൻ തന്നെ. ആശാൻ മുമ്പിൽ നിൽക്കുന്ന സിംഹത്തെ കണ്ടു. ആശാന് കണ്ണും പിടിക്കില്ല. ആശാൻ വിചാരിച്ചു ഓടിപ്പോയ കഴുതയായിരിക്കുമെന്ന്. മുമ്പിൽ നിൽക്കുന്നത് തൻ്റെ ഓടിപ്പോയ കഴുതയാന്ന് വിചാരിച്ച് ആശാൻ കയ്യിലിരുന്ന വടിയെടുത്ത് സിംഹത്തിന് 2 അടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം കെട്ടിയിടാൻ മറന്നപ്പോൾ നീ ഇറങ്ങിപ്പോകും അല്ലടാ. വടിയെടുത്ത് സിംഹത്തിന് 2 അടി കൊടുത്തു. സിംഹം വിചാരിച്ചു, ഇയാൾക്കെന്നെ പേടിയൊന്നുമില്ല. പേടിയില്ലാന്ന് മാത്രമല്ല, എന്നെ അടിക്കുകയും ചെയ്യുന്നു. ഇയാളെപ്പറ്റി ആയിരിക്കും
ആ സ്ത്രീകൾ പറഞ്ഞത്. ഇയാൾ തന്നെ ആയിരിക്കും ആ പെരുങ്കള്ളൻ. എന്തായാലും ഇയാളുടെ കൂടെ പോയേക്കാം, ഇല്ലെങ്കിൽ ഇനിയും മടികൊള്ളും. ആശാൻ സിംഹത്തിന് മുകളിൽ കയറിയിരുന്ന് വീട്ടിലേക്ക് പുറപ്പെട്ടു. ആശാൻ സിംഹത്തിന് പുറത്തിരുന്ന് വരുന്ന കണ്ടപ്പോൾ ഗ്രാമത്തിലെ ആൾക്കാർ അമ്പരന്നുപോയി. എല്ലാവരും പേടിയോട് പരസ്പരം പറഞ്ഞു, ആശാന് മന്ത്രവാദം അറിയാം. കണ്ടില്ലേ സിംഹത്തിനെ മെരുക്കി കൊണ്ടുവരുന്നത്. ആശാൻ നല്ല ബുദ്ധിമാനാ. ആശാൻ വീട്ടിലെ തൊഴുത്തിൽ സിംഹത്തിനെ കെട്ടിയിട്ടു. ഗ്രാമത്തിലെ ആൾക്കാർ രാജാവിനോട് ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ആശാനുണ്ട്. കണ്ടാൽ വെറും ഒരു ആശാനാണ്, പക്ഷെ അയാളൊരു മഹാബുദ്ധിമാനാണ്. അയാൾക്ക് മന്ത്രവും അറിയാം. കാട്ടിലെ മൃഗങ്ങൾ വരെ അദ്ദേഹം പറയുന്നത് കേൾക്കും. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു സിംഹമാണുള്ളത്. ഒരു സിംഹത്തിനെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്. രാജാവിൻ്റെ മൃഗശാലയിൽ ഒരു സിംഹമില്ലായിരുന്നു. രാജാവ് ഒരുപാട് പണം കൊടുത്ത് ആശാന്റെ കയ്യിൽ നിന്ന് ആ സിംഹവും മേടിച്ചു. അതോടെ ആശാന് ഇഷ്ടം പോലെ പണവും കിട്ടി. പക്ഷേ ആശാൻ ഒരു കാര്യം മാത്രം മനസ്സിലായില്ല. ഒരു കഴുതയെ ഇത്രയും പണം കൊടുത്ത് മേടിക്കാൻ ആ രാജാവിന് എന്താ, ഒരു മണ്ടനാണോ ആ രാജാവ്? ആ പണം കിട്ടിയതുകൊണ്ട് ആശാനും ആശാന്റെ ഭാര്യയ്ക്കും വളരെ സന്തോഷമായി. ആ മുത്തശ്ശനും മുത്തശ്ശിയും വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ഈ കഥയുടെ ആദ്യ ഭാഗം ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത ഭാഗത്ത് എന്ത് സംഭവിക്കും എന്നല്ലേ? നാട്ടുകാർ രാജാവിനോട് എന്താ പറഞ്ഞത്? നമ്മുടെ അപ്പു ആശാന് വളരെ ബുദ്ധിയെന്നല്ലേ? ആ നാട്ടിൽ കുറെ പെരുങ്കള്ളന്മാർ ഉണ്ട് താനും. ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് ആശാനും പെരുങ്കള്ളന്മാരും കൂടി ഏറ്റുമുട്ടുന്ന ഒരു കഥയാണ്. നാളെ കഥ കേൾക്കാൻ മറക്കരുത്. അതുവരെ നന്ദി, നമസ്കാരം.